ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഇയ്യോബ് 1-ാം അധ്യായം 22-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാവിധ അനുഗ്രഹത്തോടെ സമ്പൽ സമൃദ്ധിയായി ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തനിക്കുള്ളത് ഒന്നിനു പിറകെ ഓരോന്നായി നഷ്ടപ്പെടുന്നു. തൻ്റെ മക്കളെല്ലാം മരിച്ചു എന്ന പിതാവ് അറിഞ്ഞ് തൻ്റെ വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് ദൈവസന്നിധിയിൽ പറഞ്ഞു, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോവും. അല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പേർക്ക് ഇതുപോലെ പറയുവാൻ കഴിയും? ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയുമില്ല. പറയുവാൻ സാധിക്കുമോ? സ്വയമേ ഒന്ന് ശോധന ചെയ്യുക. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറയുമ്പോൾ തൻ്റെ തകർച്ചയുടെ നടുവിലാണ് ഇയ്യോബ് അത് പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവം ഒന്ന് ശോധന ചെയ്തു കഴിഞ്ഞാൽ നാം എന്താണ് പറയുന്നത്? കഷ്ടങ്ങളുടെ നടുവിൽ അത് ഇയ്യോബിൻ്റെ ജീവിതം, ഇത് എൻ്റെ ജീവിതം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നാം പറയുന്നത് എന്താണ്? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ എനിക്ക് ഈ ഗതി വന്നത്? എന്നാലും എനിക്ക് ഈ ഗതി വന്നല്ലോ. ദൈവത്തെക്കാൾ നാം ഓരോരുത്തരും നമ്മളെ നീതീകരിച്ചുകൊണ്ടേയിരിക്കും. ദാനം ചെയ്യുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, എന്നിട്ട് എന്താ എനിക്ക് ഈ ഗതി വന്നേ? നമ്മൾ ആരാ ദൈവത്തെ ചോദ്യം ചെയ്യാൻ? കുഞ്ഞെ, നീ നല്ലവനായിരിക്കും, നല്ലവനാണെങ്കിലും നിനക്ക് ഭൗതികവും ആത്മീയവുമായ നന്മ മാത്രമാകാവൂ എന്ന നിന്റെ ചിന്താഗതി ആദ്യം മാറ്റണം. നന്മ ഉള്ളപ്പോൾ ഉള്ളതിനേക്കാൾ സ്നേഹം നന്മയില്ലാത്തപ്പോൾ ദൈവത്തോട് തോന്നും. എന്തേ? ശരിയല്ലേ? സൗകര്യം വരുമ്പോൾ സമയം കുറവായിരിക്കും. ദൈവത്തോട് ചിലവഴിക്കാൻ സമയവും സന്ദർഭവും കൂടുതൽ ലഭിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിലാണ്. നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഉറപ്പും ധൈര്യവുമുള്ളവരായിരുന്ന് മടുപ്പില്ലാതെ ഉത്സാഹത്തോടെ ആത്മാവിൽ എരിവുള്ളവരായി തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രതിസന്ധികൾ ജയിച്ച് മുന്നേറണം. പ്രശ്നത്തിൻ്റെ മുൻപിൽ തളർന്നാൽ നിന്നെ എന്തിനു കൊള്ളാം? പിശാചിനും വേണ്ട. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ശത്രു നിന്നെ വിട്ട് ഓടിപ്പോവും. പ്രതിസന്ധി നിന്നെ വിട്ട് മാറിപ്പോവും. ദൈവത്തോട് പറ്റിയിരുന്നാൽ അവൻ നിന്നെ വിടുവിക്കും. നിന്നെ ഉയർത്തുവാൻ കഴിവുള്ള അവൻ്റെ കരത്തിൻ്റെ കീഴിൽ നീ താണിരിപ്പീൻ. മനുഷ്യൻ്റെ കരത്തിലല്ല, സാക്ഷാൽ ദൈവത്തിൻ്റെ കരത്തിൽ വിനയത്തോടെ താണിരിപ്പീൻ. അവൻ നിങ്ങളെ വിടുവിക്കും. നഷ്ടപ്പെട്ടത് ഇരട്ടിയായി മടക്കിത്തരും. അപ്പോൾ ഇന്ന് ചിരിക്കുന്നവർ, ചുറ്റുമുള്ളവർ, പരിഹസിക്കുന്നവർ ഒക്കെയും കാണുമല്ലോ. അവർ അതിശയിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ പറയാം, ഉയരത്തിലെ എൻ്റെ ദൈവം എനിക്ക് കാര്യം സാധിച്ചു തന്നു. ദൈവം എനിക്ക് വിടുതൽ തന്നു. ദൈവം എൻ്റെ പ്രതിസന്ധി എടുത്തു മാറ്റി. ദൈവം എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഒരുക്കി തന്നു. നിങ്ങളെ ഓരോരുത്തരെയും പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം പ്രാർത്ഥനയിലൂടെ പരിഹാരം തരുമാറാകട്ടെ.